Hello dear students, welcome back to Computer Science and Computer Applications class. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ മൂന്ന് കൂട്ടരും ഒന്നിച്ചേർന്ന് യാത്ര. എന്നോടൊപ്പം കമ്പ്യൂട്ടർ സയൻസിലെ വിദ്യാർത്ഥികളും കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിദ്യാർത്ഥികളും ഹ്യൂമാനിറ്റീസിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചാപ്റ്ററിന് വേണ്ടി ഹ്യൂമാനിറ്റീസുകാർ അല്പം വഴിമാറി വീണ്ടും നമ്മോടൊപ്പം റീജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ യാത്രയുടെ അവസാനത്തെ ലാപ്പിലെത്തി നിൽക്കുന്നു. ദാറ്റ് മീൻസ് ഈ ചാപ്റ്ററും കൂടിയാണ് നമുക്ക് മൂന്ന് കൂട്ടർക്കും കോമൺ ആയിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും അവരവരുടെ തട്ടകങ്ങളിലേക്ക് മടങ്ങുകയാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ന്യൂ ചാപ്റ്റർ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ്, ചാപ്റ്റർ 9. കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ലോകത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുകയായിരുന്നു. ഡേറ്റാബേസിൻ്റെ ലോകം. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സംവിധാനങ്ങളും അവിടെ നടക്കുന്ന ഓപ്പറേഷൻസിനെയും കുറിച്ചുള്ള തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടത്. അവയുടെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് ഈ ചാപ്റ്റർ. നമ്മൾ പഠിച്ച റിലേഷണൽ ആൾജിബ്രയിലെ അതിനായിരുന്നല്ലോ പ്രാധാന്യം കൂടുതൽ കൊടുത്തത്. RDBMS, റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. 3 മോഡൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുമായത് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട കുറേയേറെ ഓപ്പറേഷൻസ് റിലേഷണൽ ആൾജിബ്ര എന്ന നിലയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഓപ്പറേഷൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഈ ചാപ്റ്ററിലൂടെ. ഓപ്പറേഷൻസ് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമല്ലോ. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ഇതുവരെ നമ്മൾ പല മെക്കാനിസംസ് ഉപയോഗിച്ചു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചു, ടാഗുകളിലൂടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, സ്ക്രിപ്റ്റുകളിലൂടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു പ്രത്യേകതരം ലാംഗ്വേജാണ്. പൊതുവിൽ അവ അറിയപ്പെടുന്നത് 4GLs, 4th ജനറേഷൻ ലാംഗ്വേജസ് എന്നാണ് അറിയപ്പെടുക. കാരണം ഇംഗ്ലീഷുമായി വളരെ സാമ്യമുള്ള ഒരു ശൈലിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. എന്താണ് കമ്പ്യൂട്ടർ ചെയ്യേണ്ടത് എന്നങ്ങ് പറഞ്ഞാൽ മതി, എങ്ങനെ ചെയ്യണം എന്ന് പറയേണ്ടതില്ല. ടെക്നിക്കലി പറഞ്ഞാൽ നോൺ പ്രൊസീജിയറൽ ലാംഗ്വേജസ് എന്ന് പറയാറുണ്ട് ഇത്തരം ലാംഗ്വേജുകളെ. അതിൽ വളരെ പോപ്പുലറായിട്ടുള്ള, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ലാംഗ്വേജാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നത്, സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് അഥവാ SQL. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു ടേബിൾ നിങ്ങളെ കാണിക്കുകയാണ്. ഇത്തരം ടേബിൾസ് ആണല്ലോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലുടനീളം കണ്ടത്. സ്റ്റുഡൻറ്റ് എന്ന പേരിലുള്ള ടേബിളാണെന്ന് കരുതിക്കോളൂ. അതിനകത്ത് കുറേയേറെ കോളംസ് ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ 4 കോളംസ്. കോളം നെയിംസ്, ADNO, നെയിം, ജെൻഡർ, കോഴ്സ് എന്നിങ്ങനെ കാണുന്നു. പിന്നെ കുറേ കുട്ടികളുടെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇതിനെയൊക്കെ DBMSൻ്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് റെഫർ ചെയ്യുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത്. കാർഡിനാലിറ്റി, അങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ഓർമ്മയിലുണ്ടല്ലോ, കാർഡിനാലിറ്റി. ഈ ടേബിളിൻ്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും? അതുപോട്ടെ, എന്താണ് കാർഡിനാലിറ്റി? അത് നിങ്ങൾക്കറിയാം തീർച്ചയായും. നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിലുള്ള റെക്കോർഡുകളുടെ എണ്ണം, ടപ്പിൾസിൻ്റെ എണ്ണം, റോകളുടെ എണ്ണം, അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. സോ ഹിയർ വി ഹാവ് 5 റോസ്. ശരിയല്ലേ? അതോ 6 ആണോ? ഒന്നാമത്തെ റോയെ നമ്മളൊരു റെക്കോർഡായിട്ടല്ല കാണുന്നത്. അതാ ടേബിളിൻ്റെ കോളം ഹെഡിങ്സ് ആണ്, കോളം നെയിംസ് ആണ്, ആട്രിബ്യൂട്ട് നെയിംസ് ആണ്, അങ്ങനെയൊക്കെയല്ലേ പറയുക. അപ്പോൾ ADNO, നെയിം, ജെൻഡർ, കോഴ്സ് എന്നതിനെ ഒരു റോയായിട്ട് കണക്കാക്കില്ല. അതിന് താഴെയുള്ള ഓരോ കുട്ടിയുടെയും ഡേറ്റകളെ സൂചിപ്പിക്കുന്നതാണ് റോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടപ്പിൾസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ there are 5 rows. So the cardinality of this particular table is 5. ക്ലിയർ ആണല്ലോ? Now what about degree? Degree of a table ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ, അതിനാണല്ലോ ഡിഗ്രി എന്ന് നമ്മൾ പറയുക. അങ്ങനെയെങ്കിൽ ഈ ടേബിളിൻ്റെ ഡിഗ്രി എത്രയാണ്? നാച്ചുറലി ഇറ്റ് ഈസ് 4. ആട്രിബ്യൂട്ട്സ്, ഏതൊക്കെയാണ് ഈ ടേബിളിലെ ആട്രിബ്യൂട്ട്സ്? ആ കോളം നെയിംസിനെ പറഞ്ഞാൽ മതി, അത് തന്നെയാണല്ലോ ആട്രിബ്യൂട്ട്സ് എന്നറിയപ്പെടുന്നത്. ADNO, നെയിം, ജെൻഡർ, കോഴ്സ്, ഇതൊക്കെയാണ് ഈ ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ആട്രിബ്യൂട്ട്സ് എന്ന് പറയാവുന്നത്. ടപ്പിൾസ് എന്താണത്? ഈച്ച് റോ ഇൻ എ ടേബിൾ, ടേബിളിലുള്ള ഓരോ റെക്കോർഡും, അതിനെയാണല്ലോ ടപ്പിൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഹിയർ വി ഹാവ് 5 ടപ്പിൾസ് എന്ന് പറഞ്ഞു. 1001 അശ്വിൻ M സയൻസ് CS, ഇറ്റ്സ് എ ടപ്പിൾ. 1002 ആർദ്ര F സയൻസ് BS, ഇറ്റ്സ് അനദർ ടപ്പിൾ. അങ്ങനെ 5 ടപ്പിൾസ് ഉണ്ട് ഈ ടേബിളിൽ. പിന്നൊന്ന് പ്രൈമറി കീ.
ഡിഫറൻറ്റ് കീസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ പ്രൈമറി കീ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രൈമറി കീ ഏതായിരിക്കും ഇവിടെ? എന്താണ് പ്രൈമറി കീ? ഇറ്റ്സ് എ കോളം ഓർ എ കോമ്പിനേഷൻ ഓഫ് കോളംസ് ബൈ വിച്ച് എ റെക്കോർഡ് ക്യാൻ ബി യുണീക്ലി ഐഡൻറ്റിഫൈഡ് ഇൻ എ ടേബിൾ. അങ്ങനെയാണല്ലോ പഠിച്ചു വെച്ചത്. ഈ ടേബിളിൽ ഓരോ റെക്കോർഡിനെയും കൃത്യമായിട്ട് യുണീക്കായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന കോളം. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ADNO അഡ്മിഷൻ നമ്പറിനെ സൂചിപ്പിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് നെയിമാണ്. അത് ADNO. ADNOയിൽ യുണീക്ക് വാല്യൂസ് ആണ്. നെയിം എന്ന കോളം കൺസിഡർ ചെയ്താലും ഇവിടെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ കാണുന്നില്ല. പക്ഷേ പലപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ നെയിം യുണീക്ക് ആയിരിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരേ പേരിൽ ഒന്നിലധികം കുട്ടികളുണ്ടല്ലോ. ഈവൻ ഇനിഷ്യൽ പോലും ഒരുപക്ഷെ സെയിം ആയേക്കാം. അതുകൊണ്ട് തന്നെ നെയിമിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാറില്ല പലപ്പോഴും. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ ടേബിളിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ നെയിമിനെയും പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം, പ്രൈമറി കീ എന്ന് പറയാം. എങ്കിലും ബെറ്റർ വി ഗോ ഫോർ ADNO അഡ്മിഷൻ നമ്പർ. അത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വരില്ലല്ലോ. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്മിഷൻ നമ്പറിൽ ഒരേ ഒരു കുട്ടി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ഒരു അക്കാഡമിക് ഇയറിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ADNO ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പ്രൈമറി കീ ഇൻ ദിസ് ടേബിൾ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു കഴിഞ്ഞു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിനെ കുറിച്ചാണ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ്സ് എ റിലേഷണൽ ഡേറ്റാബേസ് ലാംഗ്വേജ്. നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. റിലേഷണൽ ഡേറ്റ മോഡലിലുള്ള DBMS മാനേജ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ആ ഒരു മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്ന, ആ ഒരു മോഡലിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് SQL. സോ ഇറ്റ്സ് എ റിലേഷണൽ ഡേറ്റാബേസ് ലാംഗ്വേജ്. പിന്നെ അഫ്കോഴ്സ് ഇറ്റ്സ് സിമ്പിൾ, ഫ്ലെക്സിബിൾ, പവർഫുൾ, അങ്ങനെയുള്ള വിശേഷണങ്ങളെല്ലാം ഇതിന് സ്യൂട്ടബിൾ ആണ്. നമ്മളത് പഠിച്ചു വരുമ്പോഴത്തേനും മനസ്സിലാവും എത്ര സിമ്പിളാണ്, എത്ര ഫ്ലെക്സിബിളാണ്, എത്ര പവർഫുൾ ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. മറ്റൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് കമാൻഡ്സ് ടു ക്രിയേറ്റ് ആൻഡ് മാനേജ് ടേബിൾസ്. ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ടേബിൾസ് ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ഡേറ്റാബേസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ടേബിളിലെ കോണ്ടന്റിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്പറേഷൻസ് നടത്താനും ഒക്കെയുള്ള കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് SQL. മറ്റൊരു പോയിന്റ് നോക്കിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇറ്റ്സ് എ നോൺ പ്രൊസീജിയറൽ ലാംഗ്വേജ്. എന്ത് ചെയ്യണം എന്നങ്ങ് പറഞ്ഞാൽ മതി, എങ്ങനെ ചെയ്യണം എന്ന് പറയേണ്ടതില്ല. അതാണ് നോൺ പ്രൊസീജിയറൽ ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഫീച്ചർ പറയാവുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു കൺട്രോൾ ആക്സസ് പെർമിഷൻസ്. DBMS പഠിച്ചപ്പോൾ അവിടെ ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കണ്ടല്ലോ. ഡേറ്റാബേസിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞപ്പോൾ ഇറ്റ് എൻഷുവേഴ്സ് സെക്യൂരിറ്റി, ഇൻറ്റഗ്രിറ്റി, അങ്ങനെ ചില ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു. ഷെയറബിലിറ്റി, ഷെയറബിൾ ആക്കുമ്പോൾ തന്നെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് യൂസറിനും എന്തൊക്കെ ആക്സസ് പെർമിഷൻസ്, ആ ടേബിളിൽ എന്തൊക്കെ ആക്സസ് പെർമിഷൻസ് കൊടുക്കാം എന്ന് തീരുമാനിക്കുവാനുള്ള കമാൻഡ്സും അതിനുള്ള ഫെസിലിറ്റീസും ഒക്കെ SQL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് പറയാം, ഇറ്റ് പ്രൊവൈഡ്സ് ദ കോൺസെപ്റ്റ് ഓഫ് വ്യൂസ്. വ്യൂസ് എന്നൊരു കോൺസെപ്റ്റും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വ്യൂസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളത് ക്രിയേറ്റ് ചെയ്യും, SQL ഉപയോഗിച്ചിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവിൽ SQLൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് പറയാവുന്നത്. ഓക്കെ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിൻ്റെ ചില കമ്പോണൻസ്, അങ്ങനെ ഒരു ഡിവിഷനുണ്ട്. അതിൻ്റെ ഫെസിലിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ദർ ആർ 3 കമ്പോണൻസ് എന്നാണ് പറയുക. വൺ ഈസ് DDL, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നാണ് ഒരു കമ്പോണൻ്റ് അറിയപ്പെടുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഓപ്പറേഷൻസ് റിലേറ്റഡ് ടു ദി സ്കീമ ഓഫ് ദി ഡേറ്റാബേസ്. ഡേറ്റാബേസിൻ്റെ സ്കീമയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് നടത്താനുള്ള ഫെസിലിറ്റി. എന്താ ഈ സ്കീമ? ഓർമ്മയുണ്ടോ? അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു അത് ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറട്ടിക്കൽ ആസ്പെക്ട്സ് മുഴുവൻ നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ് ഇവിടെ. അപ്പോൾ അതെല്ലാം ഓർമ്മയിൽ വേണം. സ്കീമ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഡേറ്റാബേസിലുള്ള ടേബിളുകളുടെ സ്ട്രക്ചർ, അതിനാണല്ലോ സ്കീമ അല്ലെങ്കിൽ സ്കീം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സ്കീമയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് നടത്താനുള്ള ഒരു കമ്പോണൻ്റാണ് DDL, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കമ്പോണൻറ്റ് DML, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇറ്റ് എൻഹാൻസസ് എഫിഷ്യൻറ്റ് യൂസർ ഇൻട്രാക്ഷൻ വിത്ത് ദ ഡേറ്റാബേസ്. ടേബിൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുക, ആവശ്യമുള്ള ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുക, അതിനകത്തുള്ള ഡേറ്റയിൽ അപ്ഡേഷൻസ് വരുത്തുക, ആവശ്യമില്ലാത്ത ഡേറ്റ ഡിലീറ്റ് ചെയ്യുക, തുടങ്ങിയ നിരവധിയായ ഓപ്പറേഷൻസ്. അപ്പോൾ യൂസർ ഡേറ്റയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ ഇൻട്രാക്ഷൻ എൻഹാൻസ് ചെയ്യുന്ന ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് DML, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ആൻഡ് ദ തേർഡ് കമ്പോണൻറ്റ് ഈസ് DCL, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഒരു ഭാഗമുണ്ടല്ലോ, അഡ്മിനിസ്ട്രിങ് പ്രിവിലേജസ്. ഞാൻ പറഞ്ഞു
ഏതൊക്കെ യൂസറിന് എന്തൊക്കെ ആക്സസ് പെർമിഷൻസ് കൊടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് DCL എന്ന കമ്പോണൻ്റ് ആണ്, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ അടിസ്ഥാനത്തിൽ they provide different commands. Actually, each of these component gives us some commands to perform these operations. ഇതാ നോക്കിക്കോളൂ, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന കമാൻഡ്സ്. It provides commands to create, modify and remove database objects like tables, views and keys. Database എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ടേബിൾസ് ആണല്ലോ. കളക്ഷൻ ഓഫ് ടേബിൾസ്, കളക്ഷൻ ഓഫ് വ്യൂസ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഡേറ്റാബേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ഓബ്ജക്ട്സിനെ ഏത് ടേബിൾസ്, വ്യൂസ്, കീസ് തുടങ്ങിയ ഓബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനും വൺസ് ദേ ആർ ക്രിയേറ്റഡ് ആവശ്യമെങ്കിൽ വേണ്ട ഓൾട്ടറേഷൻസ് വരുത്താനും മോഡിഫിക്കേഷൻസ് വരുത്താനും ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്യാനുമുള്ള കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് DDL പാർട്ടാണ്. SQLൻ്റെ DDL കമ്പോണൻ്റ് ആണ് ഈ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് സം കമാൻഡ്സ് ടു പെർഫോം ഓൾ ദീസ് ആക്ടിവിറ്റീസ്. ഓക്കെ, ആ കമാൻഡ്സ് ഏതൊക്കെ നോക്കിക്കോളൂ. ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, ഈ 3 കമാൻഡ്സ് ആണ് DDL പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ്, ഒരു ടേബിളിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് നടത്താനാണ് ഈ കമാൻഡ്സ് ഉപയോഗിക്കുന്നത്. ഈ ഓരോ കമാൻഡും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പിന്നാലെ കാണുന്നുണ്ട്. ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് നേരത്തെ സൂചിപ്പിച്ചു. ഇറ്റ് പ്രൊവൈഡ്സ് കമാൻഡ്സ് ടു ഇൻസേർട്ട് ഡേറ്റ ഇൻ ടു ടേബിൾ, റിട്രീവ് ഡേറ്റ ഫ്രം ടേബിൾ, അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് ഡേറ്റ ആൻഡ് ഡിലീറ്റ് ഡേറ്റ ഫ്രം ടേബിൾസ്. ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ DDL കമാൻഡിൻ്റെ സഹായത്തോടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിളിനകത്തേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യണ്ടേ, റെക്കോർഡ്സ് ആഡ് ചെയ്യണ്ടേ, അതിനുള്ള കമാൻഡ്സ്. അങ്ങനെ റെക്കോർഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും സാഹചര്യത്തിൽ അതിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വന്നാൽ അതിനാണ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് ഡേറ്റ എന്നുദ്ദേശിക്കുന്നത്. ഇനി ഈ ഡേറ്റ എല്ലാം അതിനകത്തോട്ട് സ്റ്റോർ ചെയ്തു, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യണ്ടേ, നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് റിട്രീവ് ചെയ്യണം. അതാണ് റിട്രീവ് ഡേറ്റ ഫ്രം ടേബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരിച്ചെടുക്കുക, അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു, പിന്നെ അത് തിരിച്ചെടുക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട്. പിന്നെന്തുവാ, ഡിലീറ്റ് ഡേറ്റ ഫ്രം ടേബിൾ, ആവശ്യമില്ലാത്ത ഡേറ്റയെല്ലാം ഡിലീറ്റ് ചെയ്യുക. ഈ ഓപ്പറേഷൻസ് നടത്താനുള്ള കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന കമ്പോണൻ്റ് ആണ്. കമാൻഡ്സ് നോക്കിയോളൂ. ഇൻസേർട്ട്, സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇതെല്ലാം SQL പ്രൊവൈഡ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് കേട്ടോ. നേരത്തെ സൂചിപ്പിച്ച ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് അതും കമാൻഡ്സ് തന്നെയാണ്. ഇപ്പോൾ കാണുന്ന ഇൻസേർട്ട്, സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഇതും കമാൻഡ്സ് തന്നെയാണ്, SQLൻ്റെ സ്വന്തം കമാൻഡ്സ്. മൂന്നാമത്തെ പാർട്ട് നോക്കാം. ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് DCL നേരത്തെ സൂചിപ്പിച്ചു. ഇറ്റ് പ്രൊവൈഡ്സ് കമാൻഡ്സ് ടു കൺട്രോൾ അഡ്മിനിസ്ട്രിങ് പ്രിവിലേജസ് ആൻഡ് കമ്മിറ്റിംഗ് ഡേറ്റ. ഡേറ്റയെ പെർമനൻ്റ് ആയിട്ട് അതിനകത്തേക്ക് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക, അതുപോലെ ആക്സസ് പ്രിവിലേജസ് സെറ്റ് ചെയ്യുക തുടങ്ങിയവയ്ക്കുള്ള കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് DCL പാർട്ടാണ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്സ് ഇത് രണ്ടുമാണ്, ഗ്രാൻഡ് ആൻഡ് റിവോക്ക്. ഗ്രാൻഡ്, റിവോക്ക് ഈ 2 കമാൻഡ്സ് ഓർത്ത് വയ്ക്കുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നില്ല, കാരണം ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ പോകുന്ന കമാൻഡ്സ് ആണ്. അതൊക്കെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലാണ് കൂടുതലും ആപ്ലിക്കബിൾ ആവുക. നമ്മൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത് DDL ആൻഡ് DML. എങ്കിലും ഈ 2 പേരുകൾ ഓർത്ത് വെച്ചുള്ള ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ. ഓക്കെ, SQL ഉപയോഗിക്കാനായിട്ട് ഒരുപാട് RDBMS പാക്കേജസ് ഉണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒറാക്കിൾ പോലെ, MS ഓഫീസിലുള്ള MS ആക്സസ് പോലെ, ഓപ്പൺ ഓഫീസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്നത് MySQL എന്നൊരു പാക്കേജാണ്. MySQL എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. SQL കമാൻഡ്സ് പരിചയപ്പെടാനും SQL കമാൻഡ്സ് ഉപയോഗിച്ചിട്ട് റിലേഷണൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം MySQL അത് അതിൻ്റെ ഒരു പ്രത്യേകതകൾ നോക്കിയാൽ അത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഇറ്റ്സ് റിലീസ്ഡ് അണ്ടർ ഓപ്പൺ സോഴ്സ് ലൈസൻസ്. അത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ലൈസൻസോട് കൂടിയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, വലിയ കാശ് മുടക്കില്ലാതെ തന്നെ. പിന്നെ ഫ്രീ ആണ് എന്ന് കരുതി അതിനകത്ത് വലിയ കുറവുകളൊന്നുമില്ല കേട്ടോ. വളരെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ സെക്യൂരിറ്റി ടു ദി ഡേറ്റാബേസിന് നല്ല സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഇറ്റ്സ് പോർട്ടബിൾ ആസ് ഇറ്റ് വർക്ക്സ് വിത്ത് മെനി OS ആൻഡ് ലാംഗ്വേജസ്. ഇപ്പോൾ ലിനക്സിലാണെങ്കിലും വിൻഡോസിലാണെങ്കിലും ഒക്കെ, അതുപോലെ മറ്റേതെങ്കിലും OS ആണെങ്കിലും മറ്റ് ലാംഗ്വേജസും, ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനുള്ളിൽ ഈ SQLനെ എംബഡ് ചെയ്യാറുണ്ട്. ഇറ്റ് വർക്ക്സ് റാപ്പിഡ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി വിത്ത് ലാർജ് വോളിയൂം ഓഫ് ഡേറ്റ. ഡേറ്റാബേസിന് പൊതുവിലുള്ള സ്വഭാവമാണല്ലോ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ. അത് എത്ര ഹ്യൂജ് ആയാലും ഒന്നും പ്രശ്നമില്ല, MySQLനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് അത് വർക്ക് ചെയ്യും. മറ്റൊന്ന്, ഇറ്റ്സ് ഹൈലി കോമ്പറ്റബിൾ വിത്ത് PHP. നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അടുത്ത ചാപ്റ്ററിൽ കമ്പ്യൂട്ടർ സയൻസുകാർ വളരെ വിശദമായിട്ട് തന്നെ PHPയെക്കുറിച്ച് പഠിക്കും. PHP ഉപയോഗിച്ചിട്ടുള്ള
സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ PHP ആയിട്ടൊക്കെ ഏറ്റവും അധികം നന്നായിട്ട് അസോസിയേറ്റ് ചെയ്യിക്കാവുന്ന ഒരു SQL ആണ് MySQL. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ MySQLൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയാവുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്കാണ്. MySQL എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാം. ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കും നമ്മുടെ സ്കൂളിലാണെങ്കിലും ഒരുപക്ഷെ നമ്മുടെ വീടുകളിലൊക്കെയുള്ള ലിനക്സ് വേർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ഉബുണ്ടു ലിനക്സ് വേർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ MySQL നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻസ് മെനു ക്ലിക്ക് ചെയ്യുന്നു. അവിടുന്ന് പ്രോഗ്രാമിംഗ് എന്ന സബ് മെനു എടുക്കുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കുറേ കാണുമല്ലോ, അതിനുള്ളിലുണ്ടാവും MySQL. ഇതല്ലെങ്കിൽ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് കമാൻഡ് കൊടുത്ത് നമുക്ക് MySQL ഓപ്പൺ ചെയ്യാം. എനിവേ ദാറ്റ് ഡിപ്പെൻസ്. എനിവേ നമ്മൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കൂൾ തുറന്ന് സ്കൂളിലേക്ക് എത്തുമ്പോഴത്തേനും അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉബുണ്ടു ലിനക്സിൻ്റെ വേർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ് ആൻഡ് MySQL ആ നിലയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോംപ്റ്റ് കിട്ടും. ഞാനത് കാണിക്കാം, ആ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ആ പ്രോംപ്റ്റ്, അതായത് MySQLൻ്റെ കമാൻഡ്സ് കൊടുക്കുവാനുള്ള ഒരു ലൈൻ, അതിനെയാണ് കമാൻഡ് പ്രോംപ്റ്റ്, SQL പ്രോംപ്റ്റ് എന്ന് പറയുക, PROMPT പ്രോംപ്റ്റ്. ആ പ്രോംപ്റ്റിൽ ആദ്യം ചെയ്യേണ്ട പണി ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ടേബിൾസ് എത്ര വേണമെങ്കിലും ഉണ്ടാകാം. അതിനു മുമ്പ് ഈ ടേബിൾസിനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് ഒരു ഫോൾഡർ പോലെ വർക്ക് ചെയ്യുന്ന ഒന്നാണല്ലോ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യത്തെ പണി. നമ്മൾ ഇതുവരെ DBMSുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ ജോലി ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കമ്പ്യൂട്ടറിൽ പെർമനൻ്റ് ആയിട്ടുണ്ടാവും. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ അതേ ഡേറ്റാബേസിനുള്ളിലുള്ള ടേബിൾസിൽ എന്തെങ്കിലും ഓപ്പറേഷൻ നടത്തണമെങ്കിൽ പിന്നെ ക്രിയേഷൻ ഒന്നും വേണ്ട കേട്ടോ. ബിക്കോസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഹാർഡ് ഡിസ്കിൽ പെർമനൻ്റ് ആയിട്ടുണ്ടാവും. അതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എങ്കിലല്ലേ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണ മാത്രമേ ഈ ക്രിയേഷൻ്റെ ആവശ്യമുള്ളൂ, ഡേറ്റാബേസ് ക്രിയേഷൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഡേറ്റാബേസ്. എല്ലാ ക്രിയേഷനും വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ക്രിയേറ്റ് തന്നെയാണ്. അതിനോടൊപ്പം ഉപയോഗിക്കേണ്ട ഒരു വാക്ക് ക്രിയേറ്റ് ഡേറ്റാബേസ്. ഒറ്റ വാക്കാട്ടെ എഴുതണം, ഡേറ്റാബേസ്. ഞാൻ എൻ്റെ സിൻടാക്സ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഡേറ്റാബേസിന് ഒരു പേരിടണം. നമ്മൾ കുറേ ഫയൽസിനെ സൂക്ഷിക്കാൻ ഫോൾഡർ ഉണ്ടാക്കുമ്പോൾ ഫോൾഡറിന് പേരിടാറില്ലേ, അതുപോലെ അങ്ങ് വിചാരിച്ചാൽ മതി, ഡേറ്റാബേസിന് ഒരു പേരിടണം. ഈ സിൻടാക്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ക്രിയേറ്റ് എന്ന വാക്കും ഡേറ്റാബേസ് എന്ന വാക്കും ക്യാപിറ്റൽ ലെറ്ററിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്ന് കരുതി SQLലെ കമാൻഡ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. ഇഷ്ടമുള്ള കേസ് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. SQL കേസ് സെൻസിറ്റീവ് അല്ല. സ്മോൾ കേസോ അപ്പർ കേസോ ഒക്കെ ഉപയോഗിക്കാം. എങ്കിലും നമ്മൾ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നത് മുഴുവൻ അപ്പർ കേസ് ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതും അപ്പർ കേസാണ്. അത് വേറൊന്നിനും വേണ്ടിയല്ല, SQLൻ്റെ സ്വന്തം വാക്കുകളെ തിരിച്ചറിയാൻ. SQL കീവേഡ്സ് എന്ന് പറയാം അതിനെ, അല്ലേ? ഒരു ലാംഗ്വേജിന് സ്വന്തമായിട്ടുള്ള വാക്കുകൾ എങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത്, കീവേഡ്സ്. അപ്പോൾ SQLൻ്റെ കമാൻഡ്സ്, അതുപോലെയുള്ള മറ്റ് ക്ലാസസ് തുടങ്ങി SQLന് സ്വന്തമായിട്ടുള്ള വാക്കുകളെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മുടേതായ വാക്കുകൾ, യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന വാക്കുകൾ, ഐഡൻറ്റിഫയർ എന്ന നിലയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാക്കുകളെ സ്മോൾ കേസിൽ ഇവിടെ കാണിക്കുന്നു. അപ്പോൾ അത്തരം വാക്കുകളെയാണ് ആംഗിൾ ബ്രാക്കറ്റ്സിനുള്ളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റാബേസ് നെയിം എന്ന് കാണുന്നിടത്ത് നമുക്കിഷ്ടമുള്ള ഒരു വാക്ക് കൊടുക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി എഴുതുമ്പോൾ മനസ്സിലാവും. ഇനി ഈ ഡേറ്റാബേസ് നെയിം കൊടുക്കുമ്പോൾ ചുമ്മാ എന്തെങ്കിലും ഒരു പേര് കൊടുക്കരുത്. നമ്മൾ എന്തിനു വേണ്ടിയുള്ള ഡേറ്റാബേസ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് അല്പം ബന്ധമുള്ള ഒരു പേര് കൊടുക്കുന്നതായിരിക്കും ഉചിതം. ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, എന്താണെങ്കിലും ഫയലാണെങ്കിലും ഫോൾഡർ ആണെങ്കിലും നമ്മൾ നെയിം ചെയ്യുമ്പോഴത്തേനും എന്തെങ്കിലും അതിലെ കോണ്ടൻറ്റുമായിട്ട് അല്പം ബന്ധമുള്ള പേര് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ സ്കൂളിലെ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ സ്കൂൾ എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ പേരെങ്കിലും ഉപയോഗിക്കാം. എനിവേ നമ്മൾ പിന്നീട് ഓരോ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന പേരുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് നെയിം ചെയ്യേണ്ട ഒരു ശൈലി എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് MySQL ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ക്രീൻ. ആ ടെർമിനൽ വിൻഡോയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഫസ്റ്റ് ലൈൻ ശ്രദ്ധിച്ചേ, എൻ്റർ പാസ്വേഡ് എന്നുണ്ടാവും. MySQL നമ്മുടെ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും അവിടെ കൊടുക്കുന്ന യൂസർ നെയിമും പാസ്വേഡുമാണ് ഈ ചോദിക്കുന്നത്. ഒന്നും കൊടുക്കാതെയും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എനിവേ നമ്മൾ എന്താണോ പാസ്വേഡ് കൊടുക്കുന്നത് അത് ഓർത്ത് വെച്ചോളാം. ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ കാണുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിലുണ്ടാകും. ഈ MySQLൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്നതെല്ലാം MariaDB എന്ന വേർഷനാണ്. വേർഷൻ 10.1.38 MySQLൻ്റെ
10.1.38 വേർഷനാണ്. അതിന് കൊടുത്തിരിക്കുന്നത്, അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് മരിയ DB എന്നാണ്. ടെക്സ്റ്റ് ബുക്ക് എഴുതുന്ന സമയത്ത് ഇതിന് മുമ്പിലുള്ള വേർഷനാണ് ഉപയോഗിച്ചിരുന്നത്. എന്ന് കരുതി കമാൻഡ്സിനൊന്നും യാതൊരു വ്യത്യാസമില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കമാൻഡ്സും അതുപോലെ തന്നെ ഇവിടെയും വർക്ക് ചെയ്യും, പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, MySQLൻ്റെ ഡിഫറെൻറ്റ് വേർഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ആരോ മാർക്ക് ഉപയോഗിച്ച് കാണിക്കുന്നത് അതാണ് SQL പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. മരിയ DB ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നൺ എന്ന് കാണുന്നു. സാധാരണഗതിയിൽ ആ ബ്രാക്കറ്റിനുള്ളിൽ ഇപ്പോൾ ഓപ്പൺഡ് ആയിരിക്കുന്ന ഡേറ്റാബേസിൻ്റെ പേരാണ് കാണിക്കാറുള്ളത്. നിലവിൽ ഡേറ്റാബേസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് പോലുമില്ല നമ്മൾ. അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ട് MySQL ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും സ്ക്രീനിൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. ആദ്യം അതിൻ്റെ പാസ്വേഡ് ചോദിക്കും, അതിനുശേഷം കുറച്ച് ലൈൻസൊക്കെ ഉണ്ടാവും. ഏറ്റവും ഒടുവിൽ മരിയ DB നൺ എന്ന പേരിൽ ഒരു ഒരു ക്ലോസ് ഉണ്ട്. ഇതിനെയാണ് ഇപ്പോൾ ആരോ മാർക്ക് ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്ന ഭാഗത്തെയാണ് SQL പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് കമാൻഡ്സ് നമുക്ക് കൊടുക്കാൻ കഴിയുക. ഞാൻ ആദ്യത്തെ കമാൻഡ് കൊടുക്കുകയാണ്, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുന്നു. ഇതാ നോക്കിക്കോളൂ, ക്രിയേറ്റ് ഡേറ്റാബേസ് സ്കൂൾ. കണ്ടോ, നേരത്തെ അതേ സിൻഡെക്സ് ഉപയോഗിച്ചാണ് ഞാൻ കമാൻഡ് കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ഡേറ്റാബേസ്, അത് നമ്മുടെ വാക്കല്ല കേട്ടോ, അത് SQLൻ്റെ സ്വന്തം വാക്കാണ്, MySQLൻ്റെ സ്വന്തം വാക്കാണ്. ക്രിയേറ്റ് ഡേറ്റാബേസ്. ഞാനായിട്ട് ഉപയോഗിച്ച വാക്ക് സ്കൂൾ. ഞാൻ സ്റ്റുഡൻസിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും അതിൽ ചില ഓപ്പറേഷൻസ് നടത്താനുള്ള ടേബിൾസാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ടേബിൾസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഡേറ്റാബേസിന് സ്കൂൾ എന്ന പേര് തന്നെ ഉപയോഗിക്കുന്നു. ക്രിയേറ്റ് ഡേറ്റാബേസ് സ്കൂൾ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈച്ച് SQL സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ഡീലിമിറ്റഡ് ബൈ സെമികോളൺ. C++ൽ കണ്ടതുപോലെ, ജാവാസ്ക്രിപ്റ്റിൽ കണ്ടതുപോലെ ഇവിടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കേണ്ടത് സെമികോളണിലാണ്. ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് SQL കമാൻഡ്സ് ഉണ്ടാവും. എല്ലാ SQL സ്റ്റേറ്റ്മെൻറ്റ്സും തുടങ്ങുന്നത് SQL കമാൻഡിൽ തന്നെയാണ്. either DDL കമാൻഡ് ഓർ DML കമാൻഡ് ഓർ DCL കമാൻഡ്. ആ കമാൻഡിനോടൊപ്പം ചില പാരാമീറ്റേഴ്സ് എന്ന നിലയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ക്രിയേറ്റ് ഡേറ്റാബേസ് ആണ് കമാൻഡ്. അതിനോടൊപ്പം ഒരേ ഒരു പാരാമീറ്ററേ ഉള്ളൂ, ഡേറ്റാബേസിൻ്റെ പേര് സ്കൂൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഈ കമാൻഡ് കൊടുത്തപ്പോൾ ഇപ്പോൾ ആരോ മാർക്ക് ഉപയോഗിച്ച് കാണിക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ടാണ്. ആ ഹൈലൈറ്റഡ് പോർഷൻ ശ്രദ്ധിച്ചേ. ക്വറി ഓക്കെ, 1 റോ അഫക്റ്റഡ് എന്നാണ് കാണുന്നത്. നമ്മൾ ഈ എഴുതുന്ന കമാൻഡുകളെ അല്ലെങ്കിൽ SQL സ്റ്റേറ്റ്മെൻറ്റുകളെയൊക്കെ ക്വറി എന്നാണ് പറയുക. ക്വറി, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, വളരെ സ്ട്രക്ചറലായിട്ട് ക്വറി എഴുതുവാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന അർത്ഥത്തിലാണ് ആ SQL വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ ക്വറിയാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ കമാൻഡും അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ, ഓരോ SQL സ്റ്റേറ്റ്മെൻറ്റും ഒരു ക്വറിയാണ്. അതുകൊണ്ടാണ് MySQL അത്തരത്തിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ക്വറി ഓക്കെ എന്ന് വെച്ചാൽ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് കാണിക്കുന്നു, 1 റോ അഫക്റ്റഡ്, ഒരു റോ അഫക്റ്റ് ചെയ്തിരിക്കുന്നു. എവിടെ അഫക്റ്റ് ചെയ്തു അത് നമുക്ക് പിന്നാലെ കാണാം. ഈ MySQL ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ കുറേയേറെ ഡേറ്റാബേസുകൾ ഉണ്ടാവും. MySQLൻ്റെതായ സ്വന്തം ഡേറ്റാബേസുകൾ കുറച്ചുണ്ടാവും. ഇതുകൂടാതെ നമ്മൾ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പല പല ഡേറ്റാബേസ് ഉണ്ടാവും. ഇപ്പോൾ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഓപ്പറേഷൻസ് നടത്താൻ, അതിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനുമായിട്ട് എനിക്കൊരു കുറേ ടേബിൾസ് വേണം. അതിനുവേണ്ടി ഞാൻ ലൈബ്രറി എന്ന പേരിലായിരിക്കും ഒരു ഡേറ്റാബേസ് നിർമ്മിക്കുക. സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്റ്റുഡൻസ് സ്റ്റാഫ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്കൂൾ എന്നൊരു ഡേറ്റാബേസ് ആയിരിക്കും ഞാൻ നിർമ്മിക്കുക. അപ്പോൾ അങ്ങനെ എത്ര ഡേറ്റാബേസ് വേണമെങ്കിലും ഒരു കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാകാം. യൂഷ്വലി ഡേറ്റാബേസിൻ്റെ എണ്ണം കൂട്ടുന്നതിൽ കാര്യമില്ല. ഡേറ്റാബേസിനകത്ത് നമുക്ക് ആവശ്യമുള്ള ടേബിൾസിൻ്റെ എണ്ണം കൊണ്ടുവരുന്നതാണ് പ്രധാനമായിട്ടും റിയൽ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കുക. പൊയ്ക്കോട്ടെ, നമ്മൾ തൽക്കാലം അത്തരം ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ക്വറിയാണ്. ആ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഒരു റോ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ ഡേറ്റാബേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ടേബിളുണ്ട്. MySQLന് സ്വന്തമായി ഡേറ്റാബേസുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ പുതിയൊരു റോ എഴുതി ചേർത്തിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ത് റോ? സ്കൂൾ എന്ന പേരിൽ ഒരു ഡേറ്റാബേസും കൂടി എഴുതി ചേർത്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ കാണാം. ഇത് നമ്മുടെ ഡേറ്റാബേസ് എവിടെയാണ് എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി ഒരു കമാൻഡ് ഉപയോഗിച്ചാൽ മതി. ഷോ ഡേറ്റാബേസസ് എന്നൊരു കമാൻഡ് ഉപയോഗിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ഔട്ട്പുട്ടും കൂടി ഒന്ന് കാണിക്കാം. ഈ സ്കൂൾ എന്നത് എവിടെ എഴുതി ചേർത്തിരിക്കുന്നു എന്നുള്ളതും കൂടി ഒന്ന് കാണിക്കാം. കണ്ടല്ലോ നമ്മുടെ ഡേറ്റാബേസ് MySQLൻ്റെ ടേബിളിനുള്ളിൽ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡേറ്റാബേസിനകത്ത് ഡയറക്റ്റായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ടേബിൾസ് വേണം. ടേബിൾസിനെല്ലാം കൂടി റിസൈഡ് ചെയ്യാനുള്ള സ്ഥലമാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടേബിൾ നിർമ്മിക്കണമെങ്കിൽ
ഡേറ്റാബേസ് ആദ്യം തുറക്കണം. ഡേറ്റാബേസ് നിർമ്മിച്ചു, ഇനി അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ചടങ്ങ്. വൺസ് എ ഡേറ്റാബേസ് ഈസ് ക്രിയേറ്റഡ് ഇറ്റ് ഷുഡ് ബി ഓപ്പൺഡ് ടു പെർഫോം എനി കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് ഓൺ ടേബിൾസ്. ടേബിൾ ക്രിയേഷൻ ആണെങ്കിലും മറ്റെന്ത് ഓപ്പറേഷൻ ആണെങ്കിലും ഡേറ്റാബേസ് ഓപ്പൺ ചെയ്യാനുള്ള കമാൻഡ് ഒന്നുമില്ല, യൂസ്, അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് എ കമാൻഡ്, യൂസ്. അതിനുശേഷം ഏത് ഡേറ്റാബേസ് ആണ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ പേരങ്ങ് പറഞ്ഞേക്കാം. ഇതേ കാണുന്നുണ്ടല്ലോ, യൂസ് ഡേറ്റാബേസ് നെയിം. ഇപ്പോൾ യൂസ് എന്നുള്ളത് നമ്മുടെ വാക്കല്ലേ, അതുകൊണ്ടാണ് അത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുന്നത് ഞാൻ. ഡേറ്റാബേസ് നെയിം. അപ്പോൾ സ്കൂൾ എന്ന ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനകത്തേക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്കൂൾ എന്ന ഡേറ്റാബേസിനെ ഓപ്പൺ ചെയ്യുക. ഇതേ കണ്ടല്ലോ, സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ, യൂസ് സ്കൂൾ. അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടായിരുന്നോ? തൊട്ട് താഴെ എഴുതി കാണിക്കുന്നു, ഡേറ്റാബേസ് ചേഞ്ച്ഡ്. ഡേറ്റാബേസ് ചേഞ്ച്ഡ് എന്നതാണ് ഔട്ട്പുട്ട്. ദാറ്റ് മീൻസ് സ്കൂൾ എന്നൊരു ഡേറ്റാബേസ് ഉണ്ടായിരുന്നു, ഞാനതിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ടേബിൾസ് അതിനകത്തുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാം, ഇല്ലെങ്കിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, എന്ത് ഓപ്പറേഷൻസ് ആണെങ്കിലും ഇനി ആകാം എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ആ ഔട്ട്പുട്ടിലൂടെ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ലാബ് പിന്നീട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യേണ്ട, ഫസ്റ്റ് ടൈം മാത്രം ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ എപ്പോഴെല്ലാം നിങ്ങൾ സിസ്റ്റം ഓൺ ചെയ്ത് പ്രാക്ടിക്കൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ സമയത്തെല്ലാം ചെയ്യേണ്ട ഒരു വർക്ക്, യൂസ് ഡേറ്റാബേസ് നെയിം. ഡേറ്റാബേസ് ഓപ്പൺ ചെയ്യണം, അത് വേണം ആദ്യം ചെയ്യേണ്ടത്. ഡേറ്റാബേസ് ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി, അത് ഒരു തവണ മാത്രം ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ എപ്പോഴെല്ലാം നിങ്ങൾ ടേബിളുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ചെയ്യുമോ, MySQLൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുമോ, അപ്പോഴെല്ലാം ആദ്യത്തെ സ്റ്റെപ്പ് യൂസ് ദാറ്റ് ഡേറ്റാബേസ് നെയിം. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങി വെച്ചു. SQL എന്താണെന്ന് കണ്ടു, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ഒരു സൂചന തന്നായിരുന്നു. പഴയ ചില കാര്യങ്ങൾ നമ്മളൊന്ന് റിക്കളക്ട് ചെയ്തു. SQLൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ആ SQL ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് MySQL എന്നൊരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ സവിശേഷതകളും നമ്മൾ കണ്ടു. ഒപ്പം MySQL എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഡേറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസിനെ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് കണ്ടു. ഇനി ടേബിൾ ക്രിയേഷനും റെക്കോർഡ് ഇൻസേർഷനും റിട്രീവലുമൊക്കെയാണ് പിന്നാലെ വരുന്നത് അടുത്ത ക്ലാസ്സിൽ. ഓൾ ദി ബെസ്റ്റ്.